നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ പ്രതിഷേധം ഇരമ്പുന്നു. തിരുവനന്തപുരം എജിസ് ഓഫീസിലേക്ക് SFI മാർച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അവരുടെ കഷ്ടപ്പാട് രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച് അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആരാണ് ഉത്തരം പറയാനുള്ളത്? കൃത്യം ഒരു വർഷത്തിന് മുന്നെയാണ് രാജ്യത്തെ നെറ്റ് പരീക്ഷ സമാനമായി റദ്ദാക്കിയത്. ഇതാ എജിസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ SSCയും വ്യത്യസ്ത പരീക്ഷകളും UPSCയും സകലമാനവും നടത്തുന്ന രാജ്യത്തെ കേന്ദ്ര സർക്കാർ, അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MHRD അതിന്ന് കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ രാജ്യത്തെ വിവിധ NTA സ്ഥാപനങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് SFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. SFI ദേശീയ പ്രസിഡന്റ് ആദർശ് M സജിയെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുമെന്ന് SFI അറിയിച്ചു. हर साल पेपर लीक हो रहा है और प्रधानमंत्री और धर्मेंद्र प्रधान बने हुए हैं जो इस बार अगर उन्हें ये एक्सेप्ट करना होगा, उन्हें इस्तीफा देना चाहिए। इस तरीके से विश्व गुरु बनाएंगे वो। विश्व गुरु बनाने के कवायद में पेपर लीक हो रहा है। सिर्फ राजस्थान में नहीं, बिहार में पेपर लीक हो रहा है, यूपी में पेपर लीक हो रहा है। ये PM कॉम्प्रोमाइज है और ये पेपर भी कॉम्प्रोमाइज है। भविष्य के साथ खिलवाड़ हो रहा है बच्चों के साथ। ये बहुत बड़ी दुर्दशा है देश की। തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, മേഘ്ന മുരളിയൊപ്പം തന്നെ ഡൽഹിയിൽ നിന്നും PR അരവിന്ദ്. ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, വലിയ പ്രതിഷേധമാണ് ഇരമ്പുന്നത്. വിദ്യാർത്ഥികളുടെ ജീവൻ വച്ച് കേന്ദ്ര സർക്കാർ കളിക്കുന്നു എന്നാണ് SFI ഉയർത്തുന്ന വലിയ വിമർശനം, വലിയ പ്രതിഷേധം. അനുഭവം ഉറപ്പായിട്ടും. കാരണം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടക്കമുള്ള ചോദ്യപേപ്പർ ചോർന്നടക്കമുള്ള കാര്യങ്ങൾ, അതിന് പിന്നാലെ അത് റദ്ദാക്കുന്ന സാഹചര്യം, അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി SFI കാണുന്നുണ്ട് എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് എജിസ് ഓഫീസിലേക്ക്, സെക്രട്ടറിനടുത്തുള്ള എജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് അല്പസമയം മുൻപ് സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതായത് പോലീസ് ഇത് തടയാൻ വേണ്ടി അതിനാദ്യം എജിസ് ഓഫീസിന് തൊട്ട് മുൻപിലേക്ക് ഒരു ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രവർത്തകർ ഈ ബാരിക്കേഡൊക്കെ ചാടിക്കറന്ന് എജിസ് ഓഫീസിന്റെ ഗേറ്റും തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി. അതിനുശേഷമാണ് അവർ ഈ കാണുന്ന ഈ സ്ഥലത്ത് അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അതടക്കമുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ അല്പസമയം മുൻപ് സംസാരിച്ച SFI നേതാക്കളടക്കം പറയുന്ന കാര്യം, ഗൗരവമായി വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുള്ള കളി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു സംഘടിത നീക്കമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ എജിസ് ഓഫീസിൽ നിന്ന് SFI പ്രവർത്തകർ പുറത്തേക്ക് വരുന്നതാണ്. മാത്രമല്ല അവർ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് ദേശീയ തലത്തിൽ നടന്ന വിദ്യാഭ്യാസ അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഈ പരീക്ഷ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയില്ല എന്നൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള ആക്ഷേപം അത് ഇവരെ സംബന്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന്, അതായത് എജിസ് ഓഫീസിലെ അവരുടെ കുത്തിരിപ്പ് പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ കന്റോൺമെന്റ് ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള സംഘർഷം പോലീസുമായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഒരു ഘട്ടത്തിൽ ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങൾ പ്രയോഗിച്ച ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും അതേപോലെ തന്നെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് ഈ SFI പ്രവർത്തകർ പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തകരെ അടക്കം ചിലരെ കസ്റ്റഡി എടുത്തു നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് അവർ എത്തിയത്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ മുദ്രാവാക്യം ഉയർത്തുകയാണ്. അവർ പറയുന്നത് ഈ നീറ്റ് പരീക്ഷ, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള ചില വഴിവിട്ട നീക്കം, അസംഘടിതമായിട്ടുള്ള ചില കോൺസ്പിറസി അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനൂപ്, ഒപ്പം തന്നെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണല്ലോ പ്രതിഷേധം. ഈ പോലീസിൽ നിന്ന് ക്രൂരമായ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ പോലീസ് തല്ലിച്ചതച്ചു എന്നാണോ അവർ ഇപ്പോൾ ആരോപിക്കുന്നത്?
അനൂപ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കന്റോൺമെന്റ് സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഗ്രില്ലാണ്. ഇവിടെ ഈ പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളിൽ ഒരാളെ ഇവിടേക്ക് എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ SFI പ്രവർത്തകർ AG's ഓഫീസിൽ നിന്ന് കന്റോൺമെന്റ് സ്റ്റേഷന്റെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗ്രില്ലൊക്കെ ഇങ്ങനെ അവർ ശക്തമായ അത് ക്രോസ് ചെയ്തുകൊണ്ട് അവർ ഈ പ്രവർത്തകരകത്തേക്ക് കയറുന്നടക്കമുള്ള കാര്യങ്ങൾ തടയുന്നുണ്ട്. ഒരുപക്ഷെ ഏതാണ്ട് 10 വർഷക്കാലത്തിന് ശേഷമാണ് ഒരു ശക്തമായ സമരത്തിലേക്ക് SFI കടക്കുന്നത് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കന്റോൺമെന്റ് സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഗേറ്റ് അത് പൂട്ടിയിട്ടുണ്ട്. ഈ ഗേറ്റിന് വെളിയിൽ, അതായത് ഈ പ്രധാനപ്പെട്ട കവാടത്തിന് വെളിയിൽ SFI പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തുന്നു. അവർ പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രതിഷേധിച്ച പ്രവർത്തകരിൽ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അകാരണമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഏതായാലും അവർ ഉയർത്തിയിരിക്കുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ദേശീയതലത്തിലടക്കം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്ന കാരണമായിട്ടുള്ള കാര്യമാണ്. അല്പസമയം മുൻപ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ അടക്കം പ്രതികരണം ഇക്കാര്യത്തിൽ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞതൊരു സംഘടിത ശ്രമം ആണ് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നടക്കമുള്ള കാര്യങ്ങൾ. അതുവഴി നിരവധി വിദ്യാർത്ഥികൾ, രാജ്യത്താകെയുള്ള നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി അത് നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലും ആശങ്കയുണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ആരോപണമായി ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. ദേശീയതലത്തിലടക്കം വലിയ ശ്രദ്ധ നേടി അതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ അതിന്റെ ഒരു അല അത് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയം മുൻപ് AG's ഓഫീസിന്റെ മുൻവശം സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്കായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മേഘ്ന, ഈ പറഞ്ഞതുപോലെ നാസിക്കിൽ നിന്ന് തുടങ്ങി എന്നുള്ള സൂചനകൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ് അത് ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർന്നു. ഈ പറഞ്ഞതുപോലെ SFI ആരോപിക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ജീവിതം വച്ച് കളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് SFI കടന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അനൂപ്, വലിയൊരു പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് തൊട്ടിപ്പുറത്തുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള AG's ഓഫീസിന് മുൻവശം കണ്ടത് എന്നുള്ളതാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കയറി അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ SFIക്കാരും കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്നത്. ഒരു വിഭാഗം കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകനെ വിദ്യാർത്ഥിയെ തിരിച്ചിറക്കണം, എന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ പ്രതിഷേധിച്ചാണ് SFI ഇവിടേക്ക് എത്തിയത്. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന നടപടി ഉണ്ടാകുന്നു, ചോദ്യപേപ്പർ ചോർന്നു, അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI നടത്തിയ മാർച്ച്, അതിൽ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ല, കൊണ്ടുവന്ന എല്ലാ വിദ്യാർത്ഥികളെയും തിരിച്ചു കൊണ്ടുപോകുമെന്നുള്ളതാണ് SFIയുടെ നിലപാടായി വരുന്നത്. അങ്ങനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുകയും ചെയ്യുന്നത്. അതിൽ SFIയുടെ നിലപാടെന്ന് പറയുന്നത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. അതിൽ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും കടന്നത്. അതിലാണ് SFIയുടെ പ്രതിഷേധം. ആദ്യം തന്നെ ബാരിക്കേഡ് വെച്ച് അത് പോലീസ് തടഞ്ഞു, പക്ഷേ അതിൽ പ്രവർത്തകരെ നിന്നില്ല. അതിനപ്പുറത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് എല്ലാ പ്രവർത്തകരും അത്രയേറെ സുരക്ഷയുള്ള AG's ഓഫീസിലേക്ക് ഗേറ്റ് തുറന്ന് തള്ളിക്കടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കുറച്ചധികം സംഘർഷത്തിലേക്ക് SFI പ്രവർത്തകരും പോലീസും പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. SFI പ്രവർത്തകനെ പോലീസ് ലാത്തി കൊണ്ട് അടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ SFI പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ പുറത്തേക്ക് ഇറക്കണം, അവർക്കെതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ, അതായത് AG's ഓഫീസിന് തൊട്ടിപ്പുറത്തുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ പ്രവർത്തകരും പോലീസും വീണ്ടും സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം. അതിൽ SFIയുടെ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും അടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വീണ്ടും പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് പ്രവേശിക്കാനാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ശ്രമിക്കുന്നത്, പക്ഷേ പോലീസ് അത് തടയുന്നുണ്ട്. നേരത്തെ തന്നെ വലിയ ഒരു പോലീസ് സേന ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തകർ അതൊന്നും വകവയ്ക്കാതെയാണ് ബാരിക്കേഡ് മറികടക്കുകയും അതുപോലെ തന്നെ അത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള AG's ഓഫീസിന്റെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ചയുണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ പറയുന്നത് ഈ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയെ തിരിച്ചു കിട്ടാതെ പോകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ
എസ് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പോലീസുമായി പ്രവർത്തകർ വീണ്ടും ഒരു വാക്കേറ്റത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇപ്പോൾ നേതാക്കൾ പ്രവർത്തകരെ പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും പോലീസുമായുള്ള ഒരു വാക്കേറ്റം ഇപ്പോഴും അവിടെ തുടരുകയാണ്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും വന്ന് പ്രതിഷേധിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.